കൂടുതൽ ആൾക്കാരും ചോദിക്കലുണ്ട് നമ്മൾ എങ്ങനെയാണ് ചെയിൻ ലൂബ് ചെയ്യലെന്നുള്ളത്, ലൂബിങ് ക്ലീനിങ് ഒക്കെ എങ്ങനെയാണ് ചെയ്യലെന്നുള്ളത്. ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ചെയിൻ പെട്ടെന്ന് നമ്മൾ ലൂബ് ചെയ്യേണ്ടി വരും. പൊടിയും ചളിയൊക്കെ ഇരുന്ന് പെട്ടെന്ന് അതിമത്തെ ഓയിൽ കണ്ടൻറ്റൊക്കെ പെട്ടെന്ന് പോകും. അപ്പോൾ ഇതിപ്പോൾ ലൂബ് ചെയ്യാനായിക്കണ്, ഫുൾ ഓയിൽ കണ്ടൻറ്റും പോയിക്കണം ഇതിമത്തെ. അപ്പോൾ ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യൽ സിമ്പിളായിട്ട് നമുക്ക് ഡീസൽ വാങ്ങും. 1 ലിറ്റർ ഡീസൽ കഴിഞ്ഞ് ഇഷ്ടം പോലെ ടൈം ചെയ്യാനുണ്ടാവും. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മളെ ഗിയർ ഓയിൽ, നമ്മളെ സ്പെയർ പാർട്സ് ഷോപ്പിലൊക്കെ ഗിയർ ഓയിൽ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് ലൂസ് കഴിഞ്ഞതാണ്. എന്നിട്ടത് ചെറിയൊരു ബോട്ടിലാക്കിയാണ്ട് ചെയിൻ നമുക്ക് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കും. പിന്നെ ഒരു ബ്രഷ്, ചെയിൻ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ചെയിനിൻ്റെ ഇവിടുത്തെ കവർ അയക്കാൻ വേണ്ടിയിട്ട് ഒരു ടീ സ്പാൻഡർ. ഈ കവർ അയച്ച് ക്ലീൻ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു പെർഫെക്ഷൻ കിട്ടും, ഫുള്ളായിട്ട് ക്ലീൻ ആവും. അതിൻ്റെ ഉള്ളിലുള്ള ചെളിയും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ ഫുള്ളായിട്ട് ക്ലീൻ ആവും. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ കവർ നമുക്ക് അയച്ചെടുക്കാം. ഇതിനുള്ളിൽ അത്യാവശ്യം നല്ല ചെളിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ ഇത് ഊരിക്കഴിഞ്ഞ് ക്ലീൻ ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ഒരു പെർഫെക്ഷനായി ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കി ക്ലീനിങ്ങും കാര്യങ്ങളും തുടങ്ങാം. ഈ കവറിൻ്റെ ഉള്ളിൽ നോക്കുമ്പോൾ തന്നെ കാണാം ഫുള്ള് പൊടിയും ചെളിയൊക്കെ ഇരുന്ന്. അപ്പോൾ ഈ കവർ നമുക്ക് ക്ലീൻ ചെയ്യണം. ഫസ്റ്റ് കുറച്ച് ഡീസൽ എടുത്തിട്ട് ഇതേപോലെ ഒരു വേസ്റ്റ് ഒഴിവാക്കിയ ഒരു പാത്രം എടുത്തിട്ട് കുറച്ച് ഒഴിക്കുക, കുറച്ചൊക്കെ ഒഴിക്കുക. ഒരു ബ്രഷ് മുക്കി ക്ലീൻ ചെയ്യാൻ പാകത്തിന് കുറച്ച്. എന്നിട്ട് നമ്മൾ ഫുള്ള് ഇതേപോലെ ബ്രഷ് വെച്ചാണ് ഡീസൽ വെച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്യാം. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ വണ്ടി ഓഫാക്കിയിട്ട് വേണം ചെയ്യാൻ, ന്യൂട്രലിട്ടിട്ട്. സ്റ്റാർട്ടാക്കി ചെയ്യുമ്പോൾ പെട്ടെന്ന് കഴിയും, ബട്ട് അത് ഡേഞ്ചറാണ്. നമ്മളെ കൈ എങ്ങാനും ഇതിനുള്ളിൽ കുടുങ്ങി കഴിഞ്ഞാൽ ഒരു രക്ഷയുണ്ടാവില്ല. ഞാൻ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ട് കൈ കുടുങ്ങിയിട്ട് കൈൻ്റെ വിരലൊക്കെ പോയത്. അപ്പോൾ ഞാൻ പ്രിഫർ ചെയ്യുന്നത് വണ്ടി ഓഫാക്കിയിട്ട് ന്യൂട്രലിട്ട് ടയർ ഇങ്ങനെ പതുക്കെ ഒരു കൈയ്യേറ്റ് കറക്കി പതുക്കെ ചെയ്യേണ്ടതാണ്. അതാകുമ്പോൾ ടൈം എടുക്കും, പക്ഷേ നമുക്ക് ഈ ചെയിനിൻ്റെ അടിയിൽ കൈ കുടുങ്ങി അപകടങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. നമ്മൾ ഡീസലിട്ടിട്ട് ഫുള്ള് ക്ലീൻ ചെയ്തു. ഡീസലും ഗിയർ ഓയിൽ യൂസ് ചെയ്യാൻ പറഞ്ഞത് എന്താ വെച്ചാൽ കോസ്റ്റ് കുറച്ച് ചെയ്യാൻ പറ്റുന്നുള്ള രീതിക്ക്. അതായത് ഞാൻ ഒരു 500 കിലോമീറ്റർ, ഓരോ 500 കിലോമീറ്ററിലാണ് ചെയിൻ ക്ലീൻ ചെയ്യലും ലൂബ് ചെയ്യലും. ഇത് മഴൻ്റെ സീസൺ ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് പൊടി ഇതൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ചെയ്യേണ്ടി വരും. അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു സ്മൂത്ത് ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ചെയിനിൻ്റെ ഭാഗത്തുനിന്ന് സൗണ്ടും കാര്യങ്ങളൊക്കെ വന്ന് സ്മൂത്ത് ഉണ്ടാവില്ല വണ്ടി ഓടിക്കുമ്പോൾ. നമുക്ക് ഇതിൻ്റെ ഈ കവറിൻ്റെ ഉള്ളിൽ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടാവും, ഫുള്ളായിട്ട് പോകില്ല നമ്മൾ എത്ര ക്ലീൻ ചെയ്താൽ. അപ്പോൾ ഇതേപോലത്തെ ഒരു വേസ്റ്റ് തുണി എടുത്തിട്ട് നമ്മൾ ഒരു ചെറിയ തുണി കഷ്ണം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഇങ്ങനെ വെച്ചെടുക്കുക. വെച്ചെടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് വീൽ ഇങ്ങനെ കറക്കി കൊടുക്കുക. അപ്പോൾ സംഭവം ഇങ്ങനെ തിരിഞ്ഞുകാണ്ട് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ചെളിയും പൊടിയൊക്കെ പോരും. അതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് ക്ലീനായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഡീസലിട്ട് ക്ലീൻ ചെയ്തത് നമുക്ക് വേസ്റ്റ് തുണിയിട്ട് ഫുള്ള് തുടച്ചു കൊടുക്കാം. അതിന് എന്തെങ്കിലും പൊടി എന്തെങ്കിലുമൊക്കെ ഇരിക്കണമെങ്കിൽ ഫുള്ള് പോരും. ഫുള്ള് ടയർ കറക്കി പതുക്കെ ടയർ കറക്കി ഫുള്ള് നമ്മൾ കറക്റ്റ് ക്ലീനാക്കുക. നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യണ ലൂബിനായി യൂസ് ചെയ്യണ ഗിയർ ഓയിൽ പറഞ്ഞാൽ ആ ഗിയർ ഓയിൽ ഇതേപോലെ ചെറിയ ബോട്ടിൽ എടുക്കുക. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ ഓരോ ജോയിൻറ്റിലാണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്, ലൂബ് ചെയ്ത് കൊടുക്കേണ്ടത്, അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് ഗിയർ ഓയിൽ കുറച്ച് എല്ലാ ജോയിൻറ്റിലും ഇങ്ങനെ ടൈം എടുക്കും. ഇങ്ങനെ പതുക്കെ ടയർ ഇങ്ങനെ കറക്കി പതുക്കെ ഈ സൈഡത്തെ ജോയിൻറ്റിലും ഇതേപോലെ ഈ സൈഡത്തെ ജോയിൻറ്റിലും നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക.
ടയർ കറക്കി കറക്കി ഇതേപോലെ എല്ലാ ജോയിൻസിലും ഇങ്ങനെ ചെയ്തെടുക്കുക. നമ്മൾ ക്ലീൻ ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഡീസൽ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ഈ കവറും നമുക്ക് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാം. ഈ കവർ ഫിറ്റ് ചെയ്തതോടുകൂടി നമ്മളെ പരിപാടി ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ആയി. ഇത് ചെയിൻ ക്ലീൻ ചെയ്ത് ലൂബ് ചെയ്യാനുള്ള കോസ്റ്റ് പറയുമ്പോൾ 200 റുപ്പീസ് തന്നെ ഉള്ളൂ. ഡീസൽ 100 രൂപയ്ക്ക് വാങ്ങാം, പിന്നെ ഗിയർ ഓയിൽ 100 രൂപയ്ക്ക് വാങ്ങാം. ഇത് നമുക്ക് കുറേ വട്ടം ചെയ്യാനുള്ളത് ഉണ്ടാവും.